जय जय आनंद जय अद्वैत चंद्र जय गौरभक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौरभक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदां मह्यं ददाति सुखदान्तिकं वन्देकं श्रीगुरु श्रीयुतापदकमलं श्रीगुरून् वैष्णवांश श्रीरूपं सागरजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं वर्जनसहितं कृष्णचैतन्यदेव श्रीराधा कृष्णपादा सवनललिता श्रीविशाखानिधांश हे कृष्णकरुणा सिन्धु दीनबन्धु जगत्पते गोविश गोपिकाकान्त राधाकान्त नमस्ते तप्तकाञ्चन गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः प्रजापतिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः हरे कृष्ण ചൈതന്യ ചരിതാമൃതം ആദ്യ ലീലയില് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം എന്ന 13-ാമത്തെ അധ്യായത്തില് 122-ാമത്തെ ശ്ലോകം. ഐച്ഛേ പ്രഭു സച്ചീഖരെ കൃപായ കൈല അവതാരെ യേ ഇഹ കരയേ ശ്രവണ ഗൗരപ്രഭു ദയാമയ താരേ ഹയേന സദയാ സേയിപായ തൻഹാര ചരണാം ഐച്ഛേ പ്രഭു സച്ചീഖരെ കൃപയാ കൈല അവതാരെ യേ ഇഹ കരയേ ശ്രവണ ഗൗരപ്രഭു ദയാമയ താരേ ഹയേന സദയാ സേയിപായ തൻഹാര ചരണാം. പദാനുപദ തർജ്ജമ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഐച്ഛേ ഈ വിധത്തിൽ പ്രഭു മഹാപ്രഭു സച്ചി ഘോര സച്ചിയുടെ ഗ്രഹത്തിൽ കൃപായ കാരുണ്യത്താൽ കൈലെ ചെയ്തു അവതാരം ഏതൊരുവൻ ഇഹ ഇത് കരയെ ചെയ്യുന്നു ശ്രവണം ഗൗരപ്രഭു ചൈതന്യ മഹാപ്രഭു ദയാമയനായ താൻ്റെ അവനിൽ ഹയേന ആയിത്തീരുന്നു സദയ കാരുണ്യമുള്ള സേയ് ആ വ്യക്തി പായ ലഭിക്കുന്നു തൻഹാര അദ്ദേഹത്തിന്റെ ചരണ പങ്കജപാദങ്ങൾ. വിവർത്തനം. ഇപ്രകാരം ചൈതന്യ മഹാപ്രഭു തന്റെ അഹേതുകമായ കാരുണ്യത്താൽ സച്ചീദേവിയുടെ ഗൃഹത്തിൽ അവതരിച്ചു. അവിടുത്തെ ജനനത്തിന്റെ ഈ വിവരണം ശ്രവിക്കുന്ന ഏതൊരുവനിലും അവിടുന്ന് കാരുണ്യം ചുരുകയും അത്തരമൊരു വ്യക്തി അവിടുത്തെ ചരണാരവിന്ദങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കഥകൾ കേൾക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചരണാരവിന്ദങ്ങളെ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാവുന്നതാണ് ഈ സംഭവം. ഇത് രസിക തത്വമാണ്. അതുമല്ല ഇത് PhD ആണ്. ഇത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. എന്നാൽ ഭക്തിയുടെ ആ ഉന്നമ സ്ഥായിലുള്ളതാണ്. അത് വളരെ വളരെ പവിത്രമാണ്. അത് രസിക ഭക്തർക്ക് ഇത് കൂടുതൽ രസിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ജനന കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പാദകമലം കിട്ടുമെന്നുള്ളതാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ പാദകമലത്തിലാണ് അവർക്ക് അവരുടെ ശരണാഗതി. കാര്യം ഗുരുവിന്റെ പാദകമലത്തിലാണ് കൃഷ്ണപ്രേമം ഇരിക്കുന്നത്, കൃഷ്ണഭക്തി ഇരിക്കുന്നത്. അതേമാതിരി കൃഷ്ണപ്രേമം ഭഗവാന്റെ പാദകമലത്തിലാണെന്ന് ഭക്തർക്കറിയാം. അങ്ങനെയുള്ള ആ ഭക്തന് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദകമലം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഭക്തിയുടെ ഉച്ചസ്ഥായിയിൽ എത്തി എന്നുള്ളതാണ് വസ്തുത. ഇനി
അത്ഭുതം ഉളവാക്കുന്ന ഒരു സന്ദർഭം ഇവിടെ പറയാം. എന്താന്ന് വെച്ചാൽ, പ്രഭുവിന്റെ ബാല്യലീലകൾ ചൈതന്യ മഹാപ്രഭു ചൈതന്യ മംഗളത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ജഗന്നാഥ് മിശ്ര പൂജാമുറിയുടെ അടുത്തുള്ള ഒരു മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. സച്ചിമാത ചൈതന്യ മഹാപ്രഭുവിനെ മടിയിൽ വെച്ച് വരാന്തയിൽ ഇരിക്കുകയും ആയിരുന്നു. ഈ സമയത്ത് മുറ്റം മുഴുവൻ അനുഗ്രഹ നിവാസികളെ കൊണ്ട് നിറഞ്ഞു. ചിലർ പടച്ചട്ട അണിഞ്ഞിരുന്നു, ചിലർക്ക് 2 തലയുണ്ടായിരുന്നു. എല്ലാവരും മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. ബ്രാഹ്മണരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സച്ചിമാതാവിന് ഭർത്താവിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അനങ്ങാൻ സാധിച്ചില്ല. ഉറക്കെ നിലവിളിക്കാനായി വായ് തുറന്നെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അവർ സ്തബ്ധയായി നിന്നുപോയി. ആ ഒരു മഹാപ്രഭുവിന് ഒരു 6 മാസം പ്രായമുള്ളപ്പോഴത്തെ ഒരു ലീലയാണ്. അവർ ചൈതന്യ മഹാപ്രഭുവിനെ സച്ചിമാതയുടെ മടിയിൽ നിന്നെടുത്ത്, ഈ അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവർ നിന്നെടുത്ത് വിശിഷ്ടമായ ഒരു സ്വർണ്ണ പീഠത്തിൽ ഇരുത്തി, അതിലൊരു സ്വർണ്ണ സിംഹാസനവും സ്വർണ്ണ കവചിതനായ ഒരു സ്നാന സ്ഥലവും ഉണ്ടായിരുന്നു. നിമായിയെ അവർ അതിലിരുത്തി. സ്വർഗവാസികളിൽ ചിലർ മന്ത്രോച്ചാരണം നടത്തി. അപ്പോൾ ചില പുരോഹിതന്മാർ അഭിഷേകം നടത്തി. പാലും തൈരും ഉപയോഗിച്ച് എല്ലാവരും ഭഗവാൻ അഭിഷേകം നടത്തി. ഗൗരപൂർണിമയ്ക്ക് നമ്മൾ അഭിഷേകം നടത്തുന്നു, പക്ഷേ അവർ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ പ്രഭുവിന് അഭിഷേകം നടത്തി. സച്ചിമാത ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു. ചൈതന്യ മഹാപ്രഭുവിനെ കുളിപ്പിച്ചതിന് ശേഷം നന്നായി തുടച്ച് വരാന്തയിൽ ഇരുത്തി. പ്രഭു നടക്കുമ്പോൾ ചിലങ്ക കിലുങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദേവന്മാരോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നൃത്തം ചെയ്യാൻ പറഞ്ഞു. ചിലങ്ക അണിഞ്ഞിട്ടില്ലെങ്കിലും കുഞ്ഞ് നടക്കുമ്പോൾ ചിലങ്കയുടെ ശബ്ദം വരുന്നത് കണ്ട് സച്ചിമാത അത്ഭുതപ്പെട്ടു. കുഞ്ഞിനുമായി വീടിന്റെ മറുവശത്തേക്ക് പോയി ദേവന്മാരോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉരുവിടാൻ പറഞ്ഞു. എല്ലാ ദേവന്മാരും കൂടി കീർത്തനവും നൃത്തവും ആരംഭിച്ചു. ചൈതന്യ മഹാപ്രഭു അവരുടെ കൂടെ നൃത്തം ചെയ്യാനും ജപിക്കുവാനും തുടങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കീർത്തനം ആലപിച്ച് എല്ലാ ദേവന്മാരും നൃത്തം ചെയ്യുകയായിരുന്നു. നടക്കാൻ പോലും പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് നിമായി അവരുടെ കൂടെ ചേർന്ന് തൻ്റെ കൈയും കാലും ഉയർത്തി നൃത്തം ചെയ്യുന്നത് സച്ചിമാത കണ്ടു. കീർത്തനം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ സച്ചിമാത ബോധം കെട്ട് വീണു. അവർ തറയിൽ വീഴുന്ന ശബ്ദം കേട്ട് ജഗന്നാഥ് മിശ്ര ഓടി വന്നു. സച്ചി, എന്താണ് സംഭവിച്ചത് എന്ന് ജഗന്നാഥ് മിശ്ര ചോദിക്കണം. അത് കേട്ടുണർന്ന സച്ചിമാത കുഞ്ഞിനുമായി മുറ്റത്തിരുന്ന് കളിക്കുന്നതാണ് കണ്ടത്. അവർ കരയാൻ തുടങ്ങി. പതി 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 എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ജഗന്നാഥ് മിശ്ര അടുത്ത് വന്നപ്പോൾ അവർ ചാടി എഴുന്നേറ്റ് ഉറക്കെ കരയാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നീ കരയുന്നത്? സച്ചിമാത സംഭവിച്ചതെല്ലാം പറഞ്ഞു. പക്ഷെ അവർ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ ജഗന്നാഥ് മിശ്രയോട് ചോദിച്ചു, ഇതൊരു സ്വപ്നമാണോ അതോ ശരിക്കും സംഭവിച്ചതാണോ? അവർ മുറ്റത്തിറങ്ങി ചുറ്റും നോക്കി. പക്ഷെ അവിടെ അഭിഷേകം നടന്നതിന്റെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. പാൽ, തൈര്, വെള്ളം ഇതൊന്നുമില്ല. മാത്രമല്ല, അവർക്ക് അവിടെ ആരെയും കാണാനും സാധിച്ചില്ല. ചിലപ്പോൾ നീ സ്വപ്നം കണ്ടതായിരിക്കും. അവർ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പിന്നെയും ചിലങ്കയുടെ ശബ്ദം കേട്ടു. അത് നിമായുടെ കാലിൽ നിന്നാണ് വരുന്നതെന്ന്. പക്ഷേ കുഞ്ഞ് ചിലങ്ക അണിഞ്ഞിരുന്നില്ല. അങ്ങനെ സ്വർലോകവാസികൾ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിൽ വരികയും പോവുകയും ചെയ്യും. അവർക്ക് അവരുടേതായ രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്രകാരം കുഞ്ഞു നിമായുടെ ജീവിതത്തിൽ നിത്യേന അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരുന്നു. ഒരു ലീലയാണ് ഗൗരംഗി ബുക്കിലെ. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഈ ശ്ലോകത്തിനെ ബേസ് ചെയ്തും നാം എല്ലാവരും ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നു. ശരിക്ക് ഈ ചൈതന്യ ചരിതാമൃതം എടുക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. ഞാൻ ആദ്യം തന്നെ പ്രഭുവിനോട് പറഞ്ഞ, പ്രഭു എനിക്ക് യോഗ്യതയില്ലാന്ന്. എങ്കിലും അപ്പൊ ഇത് രസിക ഭക്ത ഭാവത്തിൽ ഉള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷെ എല്ലാവർക്കും
ഗൗരംഗ മഹാപ്രഭുവിന്റെ കൃപയും ആചാര്യന്മാരുടെ കൃപയും ഗുരുക്കന്മാരുടെ കൃപയുണ്ട്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാകും. എന്നാൽ നമ്മൾ പഠിതാത്മാക്കളായ നമ്മൾ എന്താണ് ചൈതന്യ ചരിതാമൃതം, അതിൻ്റെ അകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, എന്തിൻ്റെ ബേസിലാണ് വന്നത്, ആരെല്ലാം അതിന് അനുഗ്രഹം കൃഷ്ണ കവിരാജ് ഗോസ്വാമിക്ക് കൊടുത്തു, അപ്പൊ എങ്ങനെയാണിത് അദ്ദേഹം എഴുതാനുണ്ടായ കാരണം, അതിൻ്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും എല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം ഈ ചൈതന്യ ചരിതാമൃത പഠിതാത്മാക്കൾ. അപ്പൊ അതിനെപ്പറ്റി ഒരല്പം ഒന്ന് പറയാം. കൃഷ്ണരാജ് ഗോസ്വാമി അനുഗ്രഹം കിട്ടുന്നു എല്ലാവരുടെയും കയ്യിൽ നിന്ന്. അപ്പൊ സർവമാന ആൾക്കാരും ഇത് എഴുതുവാനായിട്ട് കവിരാജ് ഗോസ്വാമിക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അതിൽ രഘുനാഥ് ഭട്ട് ഗോസ്വാമിയിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നു. അപ്പൊ രഘുനാഥ് ഭട്ട് ഗോസ്വാമിയിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നു. അതുപോലെ കവിരാജ് ഗോസ്വാമി രാധാകുണ്ടിൽ ദിവസവും 3 മണിക്കൂർ ഗൗരംഗ കഥ കേൾക്കുമായിരുന്നു. വൈകിട്ട്, എല്ലാ വൈകിട്ടും രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ മുഖാരവിന്ദത്തിൽ നിന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോ കൃഷ്ണ കവിരാജ് ഗോസ്വാമി എല്ലാ ദിവസവും 3 മണിക്കൂർ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ചൈതന്യ കഥകൾ കേൾക്കുമായിരുന്നു. രഘുനാഥ് ഗോസ്വാമി ശിക്ഷാഗുരു. രഘുനാഥ് ദാസ് ഗോസ്വാമി 16 വർഷം ജഗന്നാഥ് പുരിയിൽ മഹാപ്രഭുവിനെ സേവ ചെയ്യുന്നു. അപ്പം രഘുനാഥ് ദാസ് ഗോസ്വാമി 16 വർഷം ജഗന്നാഥ് പുരിയിൽ മഹാപ്രഭുവിനെ സേവ ചെയ്യുന്നു. സ്വരൂപേര രഘുനാഥ്, മഹാപ്രഭു ശരീരം ഉപേക്ഷിച്ചു ഈ ലോകത്ത് സ്വരൂപ ദാമോദര ഗോസ്വാമിയും ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ രണ്ടുപേരും ശരീരം വെടിഞ്ഞു. അതായത് മഹാപ്രഭു ശരീരം വെടിഞ്ഞു, അദ്ദേഹത്തിന്റെ സ്വധാമത്തിലെ ഗോലോകത്തിൽ പോയി. സ്വരൂപ ദാമോദരൻ ശരീരം വെടിഞ്ഞ് ഗോലോകത്തിൽ പോയി. അപ്പൊ രണ്ടുപേരുടെയും ശരീരം അവരുടെ സ്വധാമത്തിലേക്ക് പോയി. എന്നാൽ സ്വരൂപദാസ് ഗോസ്വാമി, ഗൗരംഗ മഹാപ്രഭു, ഇവർ രണ്ട് ടീച്ചറുകളും ടീച്ചർമാരും പോയി ഗോലോകത്തെ. സ്വരൂപദാസ് ഗോസ്വാമിയും ഗൗരംഗ മഹാപ്രഭു ഇവർ രണ്ടുപേരും ടീച്ചർമാരായിരുന്നു, അവർ പോയി. എന്നാൽ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹം രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ടീച്ചർമാരാണ്, ഇവർ രണ്ടുപേരും പോയി. അപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ഇത് താങ്ങാൻ കഴിഞ്ഞില്ല. വൃന്ദാവനത്തിൽ വന്ന് ശരീരം വെടിയാൻ തീരുമാനിച്ചു. അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു രഘുനാഥ് ദാസ് ഗോസ്വാമി. എന്നാൽ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും കൈക്ക് പിടിച്ച് തടഞ്ഞു, ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ, ഗ്ലോറി എന്നത് വിരഹത്തിൽ ശരീരം നശിപ്പിക്കാൻ അല്ല. അതായത് അറ്റാച്ച്മെന്റ് എന്നുള്ള സ്നേഹം, പ്രേമം, സ്തുതി എന്നൊക്കെ പറയുന്നത് വിരഹ ദുഃഖത്തിൽ ശരീരം നശിപ്പിക്കാനുള്ളതല്ല എന്ന് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും പറഞ്ഞു. എന്നാൽ വിരഹത്തിൽ ഷെയർ ചെയ്യുക ഈ സെപ്പറേഷൻ അഗ്നിയിൽ, ആ സെപ്പറേഷൻ അഗ്നിയില്, സെപ്പറേഷന്റെ അഗ്നിയില് ആ വിരഹത്തെ ഷെയർ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് ആ വിരഹഭാവം ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനാണ് വിരഹം വേണ്ടത് എന്ന് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ശൂന്യായതേ മഹാഘോഷ്ടം ഗിരിദ്രോ അജിർഗയായിതേ വ്യഗ്രതുണ്ടായ കുണ്ടം ജീവ പുര ഇഹ സ്യാമേ. ഈ വൃന്ദാവനം വളരെ സുന്ദരമാണ്, ഒരുപാട് വേക്കൻ്റ് ഉണ്ട്. സുന്ദരമാണ്, ഒരുപാട് വേക്കൻ്റ് ഉണ്ട്. സുപ്രിയന്മാരുടെ അഭാവം, ശ്രേഷ്ഠ ആൾക്കാരുടെ അഭാവത്തിലും രൂപനും സനാതനനും ഗോസ്വാമിയും പോയി. അപ്പൊ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും പോയി. രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് എല്ലാവരും നഷ്ടമായി. അപ്പൊ രൂപഗോസ്വാമി പോയി, സനാതന ഗോസ്വാമി പോയി, പിന്നെ സ്വരൂപ ദാസ് ഗോസ്വാമി പോയി, ചൈതന്യ മഹാപ്രഭു പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട് രഘുനാഥ് ദാസ്
പിന്നെ ഈ വൃന്ദാവനം ഒരു കാലിയായിട്ട്, ഒരുപാട് വേക്കൻസി, ഒരുപാട് ആൾക്കാരുടെ കുറവ്, ഒരുപാട് ടീച്ചർമാർ, ഒരുപാട് എൻ്റെ വരിഷ്ഠ ഭക്തരുടെ കുറവായിട്ട്, ശൂന്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അതിൽ അദ്ദേഹം ഭയങ്കര വിരകാഗ്നിയിലായിരുന്നു. അപ്പം മഹാപ്രഭു സ്വരൂപദാമോദർ ഗോസ്വാമി, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എല്ലാവരും നഷ്ടമായി. അങ്ങനെ ശൂന്യായതേ മഹാഘോഷ്ട, ശൂന്യം, വൃന്ദാവനം മുഴുവനും അദ്ദേഹത്തിന് ശൂന്യമായിട്ട് തോന്നി. ഗിരീദ്ര അജീർ ഗയായതേ, ഗിരിരാജ് ഗോവർദ്ധൻ അദ്ദേഹത്തിന് വലിയൊരു പൈത്യനായി തോന്നി. എന്നെ വിഴുങ്ങാൻ വരുന്ന ഒരു പൈത്യനായിട്ടാണ്, ഒരു വലിയൊരു സർപ്പമായിട്ടാണ് അദ്ദേഹത്തിന് ഗോവർദ്ധനെ തോന്നിയത്. വ്യഗ്രതുണ്ടായ കുണ്ഡം, രാധാകുണ്ഡം അമൃതാണെങ്കിലും സന്തോഷം തരുന്നു. എന്നാൽ ഇവരുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് രാധാകുണ്ഡം ഒരു ടൈഗറിന്റെ വായി ആയി തോന്നുന്നു. ഈ കുണ്ഡത്തിൽ ചാടാൻ മനസ്സ് വരുന്നു, എൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തിൽ, ഇവരുടെ എല്ലാവരുടെയും ഭാവത്തിലുണ്ടാകുന്ന ഭാവമാണ് അദ്ദേഹത്തിന് ഉടലെടുത്തത്. അപ്പോ ജീവിത രഹിത്യാസ്യാമേ, എൻ്റെ ഭഗവാൻ ഇല്ല, എൻ്റെ വൈഷ്ണവർ ഇല്ല, എൻ്റെ ഗുരുക്കൾ ഇല്ല, എൻ്റെ ജീവൻ വൃഥ, ഒന്നിനും കൊള്ളാത്തത് എന്ന് അദ്ദേഹം, എൻ്റെ ഭഗവാനില്ല, എൻ്റെ വരിഷ്ഠ ഭക്തരില്ല, എൻ്റെ ഗുരുക്കന്മാരില്ല, എൻ്റെ ഈ ജീവിതം ഒന്നിനും കൊള്ളാത്തതാണ് എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉരുത്തിരിയുന്നു. ഗൗരലീല, രഘുനാഥ് ദാസ് ഗോസ്വാമി ശരണാഗതി മൂടിൽ ചൈതന്യ ലീല എല്ലാം വൈകിട്ടും പറയാൻ തുടങ്ങി. അപ്പം ഗൗരലീല, രഘുനാഥ് ദാസ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ പൂർണ്ണ ഈ വിരഹഭാവത്തിലുള്ള ഭാവത്തില്, ശരണാഗതി ഭാവത്തിൽ, ആ മൂടിൽ ചൈതന്യലീല എല്ലാ ദിവസവും വൈകിട്ട് പറയാൻ തുടങ്ങി. ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇരുന്ന് നോട്ട് എഴുതുമായിരുന്നു. ഇതാണ് ഇതിന്റെ ഒരു കാമ്പ്. അതായത് ഗൗരലീല ഈ വിരഹഭാവത്തിൽ അനുഭവിച്ചുകൊണ്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി ശരണാഗതി മൂടില് ചൈതന്യലീല എല്ലാ വൈകിട്ടും പറയാൻ തുടങ്ങി. ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇരുന്ന് നോട്ട് എഴുതുമായിരുന്നു. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് ഇൻസ്ട്രക്ഷൻ രഘുനാഥ് ഭട്ട ഗോസ്വാമിയിൽ നിന്ന് കിട്ടി. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടി രഘുനാഥ് ഭട്ട ഗോസ്വാമിയിൽ നിന്ന്. ശിക്ഷ കിട്ടിയതും രഘുനാഥ് ദാസ് ഗോസ്വാമിയിൽ നിന്ന്. ജീവഗോസ്വാമി സംസ്കൃതത്തിൽ വർക്ക് ചെയ്തു. അപ്പം ജീവഗോസ്വാമിയെ നമ്മൾ നമ്മുടെ സമ്പ്രദായത്തിൽ പറയപ്പെടുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സമ്പ്രദായത്തിന്റെ വേദവ്യാസൻ എന്നാണ്. അത്രയ്ക്ക് അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം സംസ്കൃതത്തിൽ അഗാധ പണ്ഡിതനായിരുന്നു. ഇതിനു മുമ്പ് ചൈതന്യ ചരിതാമൃതം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു സംസ്കൃതത്തില്. അങ്ങനെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വൃന്ദാവനത്തിൽ ഈ ബുക്ക് മറിച്ച് വായിക്കുന്നു. അപ്പൊ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു കവിരാജ് ഗോസ്വാമി. അപ്പൊ അദ്ദേഹം ഈ ബുക്ക് വായിക്കുന്നുണ്ട്. അജീവ ഗോസ്വാമി എഴുതിയത് വായിക്കുന്നു. ഗോവിന്ദ ലീലകള്. കവിരാജ് ഗോസ്വാമി പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ മഹിമയാണ് ഇപ്പൊ പറയുന്നത്. കവിരാജ് ഗോസ്വാമി പണ്ഡിതൻ, അദ്ദേഹം വിദ്വാനായിരുന്നു, കവിയായിരുന്നു, പോയറ്ററായിരുന്നു, ശുദ്ധഭക്തനായിരുന്നു, ഭജനാനന്ദിയായിരുന്നു, എല്ലാ സദ്ഗുണ സമ്പന്നൻ ആയിരുന്നു. എന്നാൽ ഒരു രസിക ഭക്തനായിരുന്നു. അപ്പൊ കവിരാജ് ഗോസ്വാമിയുടെ മഹിമകളാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ സ്കോളറുകളുടെ എല്ലാവരെയും, ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ എല്ലാം ബുക്സുകൾ വായിച്ചിട്ട് റെഫറൻസ് എടുത്ത് മനസ്സിലാക്കി ഹൃദയത്തിൽ സ്ഥാപിക്കുവാനായിട്ട് അദ്ദേഹം പ്രാപ്തനായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇമോഷൻ, വിരഹം, ലീലയിൽ ഏത് ഭാവം, പൊട്ടിത്തെറി, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവ്, പിന്നെ പരിചയജ്ഞാനം. 90 വയസ്സിൽ കൂടുതൽ പരിചയസമ്പന്നനായിരുന്നു ഭക്തിയിൽ. അപ്പൊ അദ്ദേഹത്തിന് ഈ വിരഹഭാവം, ഇമോഷൻ ഭാവം, ലീലയില് ഏത് ഭാവം,
ഈ ലീല ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാ ലീലകളിലുള്ള ഭാവങ്ങളും ഭാവം വരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ്, അതിലുപരി 90 വയസ്സിൽ കൂടുതൽ ഭക്തിയിൽ പരിചയസമ്പന്നനുമായിരുന്നു കവിരാജ് ഗോസ്വാമി. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജീവഗോസ്വാമി അതായത് അദ്ദേഹം കൊടുക്കുന്നത് കവിരാജ് ഗോസ്വാമിക്ക്, നീ കൃഷ്ണനിൽ പ്രേമഭക്തി എന്നാൽ എന്ത് എന്ന് നിനക്ക് രാധയും കൃഷ്ണനും കൂടി ചേർന്ന ഭാവത്തെ വർണ്ണിക്കാൻ കഴിയും എന്നുള്ള ഒരു ധൈര്യം ആര് കൊടുക്കുന്നു? ജീവഗോസ്വാമി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെ ജീവഗോസ്വാമി അദ്ദേഹത്തിന്റെ പൂർണ്ണ ശക്തി, എംപവർമെന്റ്, പൂർണ്ണ ശക്തി കൊടുക്കുന്നു. രഘുനാഥ് ഭട്ടഗോസ്വാമി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ജീവഗോസ്വാമി അദ്ദേഹത്തിന് പൂർണ്ണ ശക്തി കൊടുക്കുന്നു, രഘുനാഥ് ഭട്ടഗോസ്വാമി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നുള്ള. രഘുനാഥ് ദാസ് ഗോസ്വാമി പഠിക്കുന്നു ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടെ. അപ്പോൾ അദ്ദേഹം ഇവരുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി പഠിക്കുകയാണ് ചെയ്തത്. ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മദനമോഹന്റെ അടുക്കൽ പോകുന്നു. അപ്പൊ ഈ ആൾക്കാരുടെ എല്ലാം അനുഗ്രഹവും വാങ്ങിച്ച് കിട്ടിക്കൊണ്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നേരെ പോകുന്നത് ആരുടെ അടുക്കലാണ്? മദനമോഹനന്റെ അടുക്കൽ പോകുന്നു. കാരണം ജീവഗോസ്വാമി ശക്തി കൊടുക്കുന്നു, ജഗന്നാഥദാസ് ഭട്ടഗോസ്വാമി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, രഘുനാഥ് ദാസ് ഗോസ്വാമി പഠിപ്പിക്കുന്നു. ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നേരെ മദനമോഹന്റെ അടുക്കൽ പോകുന്നു. ആ മദനമോഹനോട് പ്രാർത്ഥിക്കുന്നു. മദനമോഹന്റെ പൂമാല പൂജാരി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇടുന്നു. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ പെർമിഷൻ രാധാ മദനമോഹൻ കൊടുക്കുന്നു. അപ്പം ഈ മുൻപോട്ട് ചൈതന്യ ചരിതാമൃത എഴുതുവാനായിട്ടുള്ള പെർമിഷൻ ഈ ഭക്തരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിച്ചിട്ട് നേരെ മദനമോഹനന്റെ അടുക്ക പോകുന്നു. മദനമോഹന്റെ കഴുത്തിൽ കിടന്ന മാല അദ്ദേഹത്തിന്റെ കഴുത്തിലിടുന്ന പൂജാരി, അതിനുശേഷം രാധാ മദനമോഹൻ പെർമിഷനും കൊടുക്കുന്നു, എഴുതുന്നു. എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാം നിരീക്ഷിച്ചോളാം. രാധാ മദനമോഹനൻ പറയുകയാണ്, ഞാനെല്ലാം നിരീക്ഷിച്ചോളാം, നീ വെറുതെ പെന്നെടുത്താൽ മാത്രം മതി. ഞാനെല്ലാം നിരീക്ഷിച്ചോളാം, നീ വെറുതെ പെന്നെടുത്താൽ മാത്രം മതി എന്ന്. കാരണം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ മഹത് ഗ്രന്ഥം പഠിക്കാൻ, എന്നാലേ നമുക്ക് അതിൻ്റെ ആ രസിക തത്വം, മാധുര്യം, മധുരിമ, ആ പ്രേമഭാവം, അല്ലെങ്കിൽ ആ ഒരു രുചി നമുക്ക് രസിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം വൈഷ്ണവരുടെ റിക്വസ്റ്റ്, 3 ഷഡഗോസ്വാമിമാരുടെ കൃപാശക്തി, രാധാ മദനമോഹൻ പറഞ്ഞു, നീ പെന്നെടുത്താൽ മതി, ഞങ്ങൾ പറഞ്ഞു തരാം, എഴുതിക്കോ ധൈര്യമായി എന്ന് കവിരാജ് ഗോസ്വാമിയോട് ഇവരുടെ എല്ലാ അനുഗ്രഹം കിട്ടി പറയുകയാണ്. പ്രത്യേകിച്ച് രാധാ മദനമോഹൻ പറയുന്നുണ്ട്. കാരണം ഈ ഷഡഗോസ്വാമികൾ 3 പേരും കൂടെ കൃപാശക്തി കിട്ടി. രാധാ മദനമോഹനൻ പറയുന്നു, നീ പെന്നെടുത്താൽ മതി, ഞങ്ങൾ പറഞ്ഞു തരുന്നത് നീ എഴുതിയാൽ മാത്രം മതി. എങ്ങനെയാണ്, എപ്രകാരമാണോ ശ്രീല പ്രഭുപാദ് ഭഗവത്ഗീത ഭാഗവതം എഴുതിയത് അപ്രകാരം പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ. അത് കാരണം അതേമാതിരി കവിരാജ് ഗോസ്വാമി എഴുതുന്നു, ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം എഴുതുന്നു. ധൈര്യമായിരുന്നു എഴുതിക്കോ. അങ്ങനെ നിമിത്ര മാത്രം ഭവ സവ്യജാക്ഷി ചൈതന്യ ചരിതാമൃതം ഏതാണ്ട് 35 ബുക്കുകളുടെ റെഫറൻസ് ആണ്, ഗ്രന്ഥങ്ങൾ ചേർന്നതാണ്. ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറെക്കുറെ 35 ബുക്കുകളുടെ റെഫറൻസ് ആണ് ചേർത്തിട്ടുണ്ട്, ഈ ചൈതന്യ ചരിതാമൃതത്തിൽ ചേർന്നതാണ്. അങ്ങനെ ഭഗവത്ഗീത, ഭാഗവതം, ഭക്തിരസാമൃത സിന്ധു, ഗോപാൽ ശംഭു, വിരക് മാധവ്, ലളിത മാധവ്, രൂപഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി,
അതേസമയം കൃഷ്ണ കവിരാജ് ഗോസ്വാമി സ്വയം എഴുതുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ നിന്നും സ്വയം എഴുതുന്നു. ഇതെല്ലാം ചേർന്നത് ചൈതന്യ ചരിതാമൃതം. അപ്പൊ ഈ കണ്ട റെഫറൻസുകൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തതിൽ ഒരുപാടുണ്ട്. 35-ൽ പരം ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു സമഗ്രമായ ഒരു സമുദ്രമാണ് ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. അതും ഉപരി 90 വയസ്സ് ഭക്തിമാർഗത്തിലുള്ള എല്ലാ വൈഷ്ണവരുടെയും ഷഡഗോസ്വാമികളുടെയും പിന്നെ ഭഗവാന്റെയും മദനമോഹന്റെയും വൃന്ദാവന ലീലകളും ഗൗരലീലകളും എല്ലാം മനസ്സിലാക്കി ആ അനുഭവത്തിൽ കൂടിയുമാണ് അദ്ദേഹം ഇത് എഴുതുന്നത് എന്നുള്ള വസ്തുതയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ഹിസ്റ്ററി, അതിൻ്റെ ഡേറ്റ് സഹിതം ഓരോ ഭക്തരുടെയും പ്രത്യേക സേവ നമ്മൾ ഇതുവരെ കണ്ടു. 13-ാമത്തെ അധ്യായത്തിൽ 122-ാമത്തെ ശ്ലോകത്തില് ഒരുപാട് ഭക്തന്മാരെയും ഒരുപാട് ഡേറ്റുകളും ഒരുപാട് കാര്യങ്ങളും എല്ലാം പ്രമാണ സഹിതമാണ് പറയുന്നത്. പരിപൂർണ അതോറിറ്റിയുടെ സംഹിത ചേർത്ത് എഴുതിയതാണ് ഈ ചൈതന്യ ചരിതാമൃതം. ഉദാഹരണം, ചൈതന്യ ഓരോരുത്തരും കൊടുക്കുന്ന മധുരം, അതായത് ബംഗാളിയിൽ ഓരോരുത്തരുടെയും മഹാപ്രഭുവിന് കൊടുക്കുന്ന മധുരം, വെജിറ്റബിള് പൊതുവെ ചൈതന്യ മഹാപ്രഭു ലീഫി വെജിറ്റബിൾ, ഇലക്കറികളാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെജിറ്റബിൾ, ബംഗാളിലെ പ്രത്യേക ഭക്ഷണങ്ങള്, പ്രത്യേക മധുര പലഹാരങ്ങള് ഇത്യാദി എല്ലാം കവർ ചെയ്യുന്നുണ്ട്. കാരണം സ്വീറ്റ്, ഈ ലൂച്ചി എന്ന് പറയുന്നു, ഈ പൂരി പോലുള്ളതും പിന്നെ പായസവും കൂടെ ചേർത്ത് കഴിക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മധുരം ഉള്ള തൈര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു പ്രത്യേക ഡിഷാണ്. അപ്പൊ അതെല്ലാം സന്ദേശം എന്ന് വേണ്ട എല്ലാത്തിനെ പറ്റി ചൈതന്യ ചരിതാമൃതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ. കാരണം ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് മുങ്കാങ്കുഴി ഇട്ടിട്ട് ശ്രേഷ്ഠ ഭക്തന്മാരുടെ പൂണകം വലിച്ചൂരും. അതുപോലെ തന്നെ ഈ മുങ്ങാങ്കുഴി ഇട്ടിട്ട് അവരുടെ കാലുമേ പിടിച്ച് വലിച്ചു താഴെയിടും. പിന്നെ അവരുടെ മുഖത്ത് വെള്ളം ചെപ്പും, അവരെ വെള്ളത്തിൽ മുക്കും. അതിനുശേഷം അവർ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പം വായിൽ വെള്ളം നിറച്ചിട്ട് മുഖത്ത് തുപ്പും എന്ന് വേണ്ട. സ്ത്രീകളുടെ കടവിൽ നിന്ന് സ്ത്രീകളുടെ വസ്ത്രമെടുത്ത് പുരുഷന്മാരുടെ കടവിൽ കൊണ്ടുവെക്കും. പുരുഷന്മാരുടെ കടവിൽ നിന്ന് പുരുഷന്മാരുടെ വസ്ത്രം എടുത്ത് സ്ത്രീകളുടെ കടവിൽ കൊണ്ടുവെക്കും എന്ന് വേണ്ട. എന്തെല്ലാം ലീലകളാണോ കാണിക്കുക അതെല്ലാം കാണിക്കും. വെള്ളത്തിൽ നിന്ന് കയറത്തില്ല. എന്നാൽ ഇവരെല്ലാം ചെന്ന് ജഗന്നാഥ് മിശ്രയോടും സച്ചിമാതായോടും കംപ്ലൈന്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പിൽ അദ്ദേഹം വീട്ടിലെത്തും. പക്ഷേ ഡ്രസ്സുകളെല്ലാം എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നനവോ ഒന്നുമില്ലാതെ നല്ല ഉണങ്ങി നല്ല ടിപ്പ് ടോപ്പിലെത്തും. ഇവിടെയാണ് സച്ചിമാതയ്ക്കും പിന്നെ ജഗന്നാഥ് മിശ്രയ്ക്കും കൺഫ്യൂഷൻ ആകുന്നത്. അങ്ങനെ ഒരുപാട് പോയട്രിയുടെ എസെൻസ്, സംസ്കൃതത്തിലെ ലീലകൾ എന്ന് വേണ്ട എല്ലാം ആ സംസ്കൃതത്തിലെ ഒരുപാട് പോയട്രിയുടെ എസെൻസും അദ്ദേഹത്തിന്റെ ലീലകളും എന്ന് വേണ്ട എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയാമെങ്കിൽ ദ്വപതിയും ത്രിപതിയും എഴുതുന്നു ബംഗാളിയിൽ. അതായത് ഉദാഹരണം, സാധു സംഘ സർവശാസ്ത്ര ഹോയ്, ലവമാത്ര സാധു സംഘ സർവസിദ്ധ ഹോയ്. ഇതിനെ ദ്വപതി എന്ന് പറയുന്നത് രണ്ട് അർത്ഥമുള്ളതിനെ ദ്വപതി എന്ന്. ഇനി ത്രിപതിയുണ്ട്. ശ്രീ ഗുരു ചരണ പത്മ കേവല ഭക്തി സത്മ വന്ദു മൂകി സാവധാന മാത്തെ, ഠാക്കൂര വൈഷ്ണവ പാദ അവനീത സംഭാത ശൂന്യോ ഭായ് ഖേനമാനെ. ഗൗഡീയ ഗ്രന്ഥത്തിന്റെ ജൂവലാണ് ചൈതന്യ ചരിതാമൃതം. അപ്പൊ ഇത് ത്രിപാദ എന്ന് പറയുന്നുണ്ട്. അതായത് ദ്വപതിയും ത്രിപതിയും ഉണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഓരോന്നും അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഗൗഡീയ ഗ്രന്ഥത്തിന്റെ ജൂവലാണ്, കിരീടമാണെന്നാണ് ശാസ്ത്രങ്ങളിൽ കൂടി അറിയാൻ സാധിക്കുന്നത്. ഇനി മഹാപ്രഭു വരുന്നതിന് മുമ്പും പിൻപും ഉള്ളതും
നവലീലകൾ, സന്യാസം, അന്ത്യലീലകൾ, എന്നിവയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. നമുക്കറിയാം ആദ്യലീലയിൽ കുട്ടികളായ ആ കുട്ടികളുടെ ആ ഒരു ലീലകള്, പിന്നെ മധ്യലീലയിൽ മഹാപ്രഭുവിന്റെ യാത്രകളെ പറ്റി, അന്ത്യലീലയിൽ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കറിയാം. ആദ്യലീലയും മധ്യലീലയും അന്ത്യലീലയും ഇങ്ങനെ മൂന്നായിട്ടാണ് ഭാഗിച്ചിരിച്ചിരിക്കുന്നത്, വർണ്ണിച്ചിരിക്കുന്നു. എല്ലാം എഴുതിയതിന് ശേഷം എല്ലാം വായിച്ച് ഒന്നുകൂടി തിട്ടപ്പെടുത്തുന്നു. അപ്പൊ ഈ ഗ്രന്ഥങ്ങൾ ഇതെല്ലാം എഴുതിയതിന് ശേഷം അദ്ദേഹം ഇതെല്ലാം വായിച്ചു വിട്ട് ഒന്നും കൂടി തിട്ടപ്പെടുത്തുന്നു. ഇതെല്ലാം ശരിയാണോ എന്ന് അത് ചെയ്യുന്നു. കാരണം എപ്രകാരം പശു പുല്ല് തിന്നു കഴിഞ്ഞിട്ട് അത് രണ്ടാമത് അയവിറക്കുന്ന മാതിരി കവിരാജ് ഗോസ്വാമി ഇതെല്ലാം എഴുതി കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും വായിച്ച് മനസ്സിലാക്കുന്നു, എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു, പ്രൂഫ് റീഡ് ചെയ്യുന്നു. അതായത് രസിക ഭക്തൻ എഴുതിയത് ഓരോന്നായി രുചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം സ്വയം ഓക്കെ ടേസ്റ്റി എന്ന് മനസ്സിലാക്കുന്നു. അല്ല വെറുതെ ചുമ്മാണ്ട് നമുക്ക് തന്നതല്ല. അപ്പൊ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ടേസ്റ്റിയാണ്, നമുക്കൊന്നും നമ്മുടെയൊക്കെ ചിന്തയ്ക്കൊക്കെ മുകളിലാണ്. അപ്പം എന്ന് മനസ്സിലാക്കും, ടേസ്റ്റിയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ ചൈതന്യ ചരിതാമൃതത്തിൽ സിദ്ധാന്തം, തത്വം, പരമസത്യം, ആത്മീയതയുടെ ഓരോ ഭക്തരുടെയും സ്വരൂപം, ലീലകൾ, അവരാരാണ്, ഗോലോകത്ത് എന്ന് വേണ്ട തത്വം നമുക്ക് തരുന്നുണ്ട്. പരമസത്യം, ആത്മീയതയുടെ പരമസത്യം തരുന്നുണ്ട്. ഓരോ ഭക്തരുടെയും സ്വരൂപം എന്താണ് തരുന്നുണ്ട്. ലീലകൾ തരുന്നുണ്ട്. അവരാരാണ് ഗോലോകത്തില്, എന്തായിരുന്നു അവര് കൃഷ്ണലീലയില്, ചൈതന്യലീലയിൽ ആരായിട്ട് വരുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് തരുന്നുണ്ട്. ഇനി ചൈതന്യ ഭാഗവതം എഴുതിയത് വൃന്ദാവൻദാസ് ഠാക്കൂർ. ചൈതന്യ മംഗൾ വ്യത്യസ്തത ആണ്. അപ്പൊ ചൈതന്യ ഭാഗവതം വ്യത്യസ്തമാണ്, ചൈതന്യ മംഗളും വ്യത്യസ്തമാണ്. കാരണം ഉദാഹരണം, ചൈതന്യ ഭാഗവതം പഠിക്കുമ്പോൾ ഓരോ പഠിതാത്മാവിനും മനസ്സിലാകും വൈകുണ്ഠനാഥൻ ആണ് എന്ന്. ഭഗവാൻ വൈകുണ്ഠ റായി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. വിഷ്ണുപ്രിയ നാഥ് എന്നും വൈകുണ്ഠപതി എന്നും ദൃഷ്ടിപാദ് എന്നും ഒക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് വൈകുണ്ഠനാഥനാണെന്നാണ് ചൈതന്യ ഭാഗവതം വായിക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ചൈതന്യ മംഗളം ലോചനദാസ് താക്കൂർ നമുക്ക് മനസ്സിലാക്കി തരുന്നു, ഗൗർ കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലെ കൃഷ്ണൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. എന്നാൽ ഒരേ ഒരു ഗ്രന്ഥമാണ് ചൈതന്യ മഹാപ്രഭു. ഗൗരനാരായണൻ ഗൗരകൃഷ്ണൻ മാത്രം അല്ല. അതായത് ചൈതന്യ മഹാപ്രഭു ഗൗരനാരായണൻ ഗൗരകൃഷ്ണൻ മാത്രമല്ല, ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ ന അന്യ. ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ ന അന്യ. ഇത് മനസ്സിലാകും. ശ്രീകൃഷ്ണ ചൈതന്യം രാധാകൃഷ്ണനും ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്നു ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി. രാധയും കൃഷ്ണനും ചേർന്ന ഒറ്റ രൂപം എന്ന് മനസ്സിലാക്കി തരുന്നു. ഇതാണ് കൃഷ്ണ കവിരാജ് ദാസ് ഗോസ്വാമിയുടെ പ്രേമ രസിക തത്വം. അകത്ത് കൃഷ്ണൻ, വെളിയിൽ രാധാകാന്തി, മനസ്സ് രാധയുടെ. അതായത് അകത്ത് രാധാകൃഷ്ണൻ, വെളിയിൽ രാധാകാന്തി, ഭക്തിയുടെ രാധാമൂഡ് അകത്ത്. ഇത് ആത്മീയ സാൻഡ്വിച്ച് ആണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് അകത്ത് എന്താണെന്ന് വെച്ചാൽ രാധാറാണിയുടെ മനസ്സും ഭക്തിയും ഭാവവും എല്ലാം, വെളിയിൽ രാധാറാണിയുടെ കാന്തി. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് ആത്മീയ സാൻഡ്വിച്ചിൽ മധുരം ഇടയ്ക്കാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് ഇത് ആത്മീയ സാൻഡ്വിച്ച് ആണെന്ന്. ഇനിയും പഞ്ചതത്വങ്ങളുടെ തത്വം, പഞ്ചതത്വത്തിന്റെ രഹസ്യം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മാത്രമാണ് നമുക്ക് തന്നത്. അതിനു മുമ്പ് പഞ്ചതത്വത്തിന്റെ ആ ശരിയായ രഹസ്യം, ആ തത്വം, പഞ്ചതത്വാത്മകം കൃഷ്ണം, ഭക്തരൂപ സ്വരൂപകം, ഭക്താവതാരം, ഭക്താക്യം, നമാമി ഭക്തശാക്തിയം എന്നുള്ള തത്വവും, പഞ്ചതത്വ ഏകവസ്തു കിച്ചനഹി ഭേദ്, അത് ഭഗവാനും പഞ്ചതത്വവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കിച്ചനഹി ഭേദ്, ലീലാരസ ആസ്വാസിതേ വിവിധ വിഭേദ്,
ആ ലീല ആസ്വദിക്കുന്നത് വ്യത്യസ്ത ഭാവത്തിന്റെ ആ ആസ്വാദനത്തിന് വേണ്ടിയാണ് ഭഗവാൻ അഞ്ചായിട്ട് വിസ്തരിച്ചതും ഇത് ഒരു വ്യത്യാസവുമില്ല എന്നതും അത് നമുക്ക് കാണിച്ചു തരുന്നതും ആ പറഞ്ഞു തരുന്നതും എല്ലാം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ്. ഇനി ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്രജയ ഗൗരഭക്ത വൃന്ദ. എന്നാൽ പഞ്ചതത്വ കൃഷ്ണൻ തന്നെ എന്നത് എല്ലാവർക്കും മനസ്സിലാകില്ല. ഇത് കൃഷ്ണ കവിരാജ് ഗോസ്വാമിയുടെ സമ്മാനമാണ് ചൈതന്യ ചരിതാമൃതം. അപ്പം പഞ്ചതത്വാക്കള് കൃഷ്ണൻ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകില്ല. എന്നാൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഗോസ്വാമിയുടെ ഒരു ഗിഫ്റ്റാണ്, സമ്മാനമാണ് ഈ ചൈതന്യ ചരിതാമൃതം. ഇതിൽ കൂടിയാണ് പഞ്ചതത്വാക്കളുടെ മഹിമ നമുക്ക് കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും. അടുത്തത് ചൈതന്യ ചരിതാമൃതം ഷഡ് ഗോസ്വാമിയുടെ കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ചൈതന്യ ചരിതാമൃതത്തിന് മുൻപ് ഷഡ് ഗോസ്വാമികളുടെ ഫോട്ടോ ഇല്ലായിരുന്നു. അപ്പോ ഈ ഷഡ് ഗോസ്വാമികളുടെ ഫോട്ടോ വരെ തന്നത് ആരാണ്? ഈ കവിരാജ് ഗോസ്വാമി. അതിനു മുമ്പ് അദ്ദേഹം അവരുടെ ഫോട്ടോ ഇല്ലായിരുന്നു. ഗൗരചന്ദ്രൻ 6 ചന്ദ്രന്മാരാണ് ഷഡ് ഗോസ്വാമി. ഗൗരചന്ദ്രന്റെ 6 ചന്ദ്രന്മാരാണ്. അതായത് ഗൗരചന്ദ്ര കൃഷ്ണന്റെ 6 ചന്ദ്രന്മാരാണ് ഈ ഷഡ് ഗോസ്വാമികൾ. രഘുനാഥ് ഗോസ്വാമിയുടെ ഭജൻ അതിഗംഭീരമാണ്. ഈ ഭൗതിക ലോകവുമായി വളരെയധികം വിരക്തിയിലായിരുന്നു അദ്ദേഹം. ഭജനാനന്ദിയായിരുന്നു. പൂർണ്ണമായിട്ടും വിരഹഭാവത്തിലായിരുന്നു. വളരെ അദ്ദേഹത്തിന്റെ ഭജൻ അതിഗംഭീരമായിരുന്നു. ഗോപാൽ ഭട്ട ഗോസ്വാമിയും രാധാരമണനും ഫേമസ് ആയി. സനാതന ഗോസ്വാമി, രഘുനാഥ് ഭട്ട ഗോസ്വാമി ശ്രീമദ് ഭാഗവതം വളരെ ആസക്തിയിൽ അവര് ചെയ്യുമായിരുന്നു. എന്നാൽ ഷഡഗോസ്വാമികളുടെ മൂഡ് ആണ് കൃഷ്ണ കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി നമുക്ക് തന്നത്. ഈ ഷഡഗോസ്വാമികളുടെ മൂടാണ് കൃഷ്ണ ദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി നമുക്ക് തന്നത്. എല്ലാ ശാസ്ത്രത്തിൻ്റെയും കിരീടമാണ് ചൈതന്യ ചരിതാമൃതം. സർവശാസ്ത്രങ്ങളുടെയും കിരീടം എന്നാണ് ഈ ചൈതന്യ ചരിതാമൃതത്തെ പറയുന്നത്. കിരീടമാണ് ചൈതന്യ ചരിതാമൃതം. ചൈതന്യ ചരിതാമൃതം മഹാപ്രഭുവും തൻ്റെ അസോസിയേഷൻസും കൂടിയുള്ള കോൺവെർസേഷനാണ്. അത് ചർച്ചയാണ്, സംവാദമാണ്, അവരുടെ ലീലകളാണ്. അത് വായിക്കുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോഴും നമുക്കറിയാം ഇത് എന്തുമാത്രം ആഴത്തിലാണ് ഇത് പോകുന്നത്, എത്ര മാധുര്യമാണ്, ഏത് ഭാവമാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രന്ഥം കിട്ടിയത്, ഇതിൻ്റെ പുറകിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, എത്ര ഭക്തരുണ്ടായിരുന്നു, എന്തുമാത്രം ഭക്തർ ഇതിൻ്റെ അകത്ത് വന്നു, ഷഡഗോസ്വാമികൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം ത്യാഗം സഹിച്ചു, ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ 6 ചന്ദ്രന്മാര് എന്തുമാത്രം കഷ്ടതയിലും ത്യാഗത്തിൻ്റെയും പരിണിത ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇത് സുലഭമായി കിട്ടിയതും എന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശരിക്കെന്ന് പറഞ്ഞാൽ ചവച്ചരച്ചിട്ട് നമ്മളുടെ വായിലോട്ട് ഒഴിച്ചു തരുവല്ല ജ്യൂസായിട്ട് ഇവർ ചെയ്തു തന്നത്. നമ്മളത് വായിച്ച് ഈ കൃഷ്ണ രസാമൃതം, ചൈതന്യ രസാമൃതം നമുക്ക് കുടിക്കുകയല്ലേ വേണ്ടുള്ളൂ. ജസ്റ്റ് സ്ട്രോ ഇട്ടോട്ടോ അല്ലെങ്കിൽ ഗടഗടഗടാന്ന് കുടിക്കുകയോ ചെയ്യുക മാത്രം ചെയ്താൽ പോരെ. എല്ലാം നമുക്ക് ശീലപ്രഭുപാദിന്റെ കൃപയാൽ, ആചാര്യന്മാരുടെ കൃപയാൽ, നമ്മുടെ കയ്യിലെ വെള്ളയിൽ ഇതെല്ലാം നമുക്ക് കൊണ്ടുതന്നു. എന്നാലും നമുക്കിതിൻ്റെ രുചി ആസ്വദിക്കണമെങ്കിൽ, ഇതിന് മധുരം ആസ്വദിക്കണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ നമ്മൾ ഏത് ഭാവത്തിലാണ്, ഏത് തലത്തിൽ കൂടിയാണ്, ഏത് സ്വഭാവത്തിലാണ്, ഏത്
പരമ്പരയിൽ കൂടിയാണ് പോകുന്നത്. എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് യാതൊരു യോഗ്യതയുമില്ല, ആധ്യാത്മിക ഗുരുനാഥന്റെ യോഗ്യതകളുടെ മുകളിലാണ് നമ്മൾ ഈ കളിക്കുന്ന കളികളെല്ലാം എന്നുള്ള ആ ഒരു അനുഭവം, ആ അനുഭവ സമ്പത്ത്, അതിൻ്റെ രുചി ഇത് കുടിച്ചു കഴിയുമ്പോൾ മാത്രമേ നാം ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാകണമെങ്കിൽ ഇതെല്ലാം നാം അറിഞ്ഞിരിക്കണം. ചൈതന്യ ചരിതാമൃതം മഹാപ്രഭു തൻ്റെ അസോസിയേഷൻ്റെയും കൂടിയുള്ള ഒരു കോൺവെൻഷനാണ് നമ്മൾ കണ്ടു. ഇനിയും എക്സാമ്പിൾ മഹാപ്രഭുവിൻ്റെ ഇൻസ്ട്രക്ഷൻ സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി, സർവൂമ ഭട്ട, അതായത് മഹാപ്രഭുവിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. സനാതന ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്, രൂപഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള സംവാദങ്ങൾ പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള ചർച്ചകൾ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്, അവരോട് പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വേണ്ട സർവൂമ ഭട്ടാചാര്യരുമായിട്ടുള്ള ചർച്ചകൾ നമുക്കറിയാം, പറയുന്നുണ്ട്. കേശവ് കാശ്മീരിയുമായിട്ടുള്ള ഡിബേറ്റ് നമുക്ക് പറയുന്നുണ്ട്. പ്രകാശാനന്ദ സരസ്വതി എന്ന് പറയുന്ന സന്യാസിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രാമാനന്ദ റായിയും ചൈതന്യ മഹാപ്രഭുവുമായിട്ടുള്ള സംവാദം പറയുന്നുണ്ട്. രഘുനാഥ് ഗോസ്വാമി ഇങ്ങനെ ആചാര്യന്മാരുമായിട്ടുള്ള കോൺവെർസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അന്യ സമ്പ്രദായത്തിലുള്ളവരുമായിട്ടുള്ള ചർച്ച, അവര് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവർ വീണ്ടും നമ്മുടെ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരികയും ഒരു സാധാരണ ഭക്തന്റെ ഭാവത്തിലാണെന്നും എന്നാൽ അത്യാവശ്യം ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഭഗവാനാണെന്ന് ഉടനെ തന്നെ കാണിച്ചു കൊടുക്കും. പ്രകാശാനന്ദ സരസ്വതിയുമായിട്ടുള്ള സംഭാഷണത്തിൽ നമുക്കറിയാം, 10,000-കണക്കിന് ചന്ദ്രന്റെ തേജസ്സുള്ള ഒരു വ്യക്തി ആ നാളിയുടെ അവിടെ കുത്തിയിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഓടി വന്ന്, മായാവാദ സന്യാസത്തിനാണ് ഓടി വന്നിട്ട് അദ്ദേഹം പിടിച്ചുകൊണ്ട് പോയി, ഇവിടെ ഇരിക്കാനല്ല, കാരണം അങ്ങ് ഈ സിംഹാസനത്തിൽ ഇരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഇരുത്തുന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി 10,000-കണക്കിന് ചന്ദ്രന്റെ തേജസ്, പ്രഭയുള്ള ആ കാന്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നിങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. കാരണം ഞാൻ സാധാരണക്കാരനല്ല മകനെ എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ചൈതന്യ മഹാപ്രഭു. അപ്പോൾ അദ്ദേഹം ഭക്തനാണ്, എന്നാൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഭഗവാനാണെന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട്. രഘുനാഥ് ഗോസ്വാമി ഇങ്ങനെ പോകുന്നു. നിത്യാനന്ദ പ്രഭു ആര്, ചൈതന്യ മഹാപ്രഭു ആര്, ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. ഇതൊന്നും വെളിയിലെ വലിയ പണ്ഡിതന്മാർക്ക് പോലും അറിയില്ല. ഇതാണ് നമ്മുടെ മഹിമ, ഇതാണ് ഇതിൻ്റെ ആ ആസ്വാദന രസം. വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും ഈ തത്വങ്ങളോ ഈ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവുകയില്ല, അവർക്കൊട്ട് അറിയത്തുമില്ല. സംവാദ ശൈലിയാണ് ചൈതന്യ ചരിതാമൃതം. ഭക്തരുടെ പ്രൈഡ് ഇല്ലാതാക്കി ശുദ്ധഭക്തരാക്കുന്നു. ഈ ചൈതന്യ ചരിതാമൃതം ഭക്തരുടെ അഹങ്കാരം അല്ലെങ്കിൽ ഞാനെന്നുള്ള ഭാവം അല്ലെങ്കിൽ അവരുടെ പ്രൈഡ് ഇല്ലാതാക്കി അവരെ ശുദ്ധഭക്തരാക്കുന്നു. തത്വം വേണ്ടവർക്ക് തത്വം കൊടുക്കുന്നു. ഓരോ ടേസ്റ്റാണല്ലോ ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ഭഗവാന്റെ ഭക്തനായി കളിക്കുന്നു. ചൈതന്യ മഹാപ്രഭു എല്ലാ രസവും ആസ്വദിക്കുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു എല്ലാ രസവും, ആ ഭക്തരസവും വാത്സല്യരസവും ദാസ്യരസവും സാക്ഷ്യരസവും ശാന്തരസവും എന്ന് വേണ്ട ഗംഭീരരസം വേണ്ട എല്ലാ രസങ്ങളും 12 രസങ്ങളും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. അത് ഭക്തരുമായിട്ട് ചേർന്ന് അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, ആസ്വദിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ ഭഗവാനായി മാറുകയും ചെയ്യുന്നു. ഓൺ ദ സ്പോട്ടില് ചില അന്ത്യലീലകളൊക്കെ പല സ്ഥലങ്ങളിലും ഓൺ ദ സ്പോട്ടിൽ ഭഗവാനായിട്ട് കാണിച്ചു കൊടുക്കും. നേരിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് മധ്യലീലയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആദ്യലീലയിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മഹാപ്രകാശ ലീലയിൽ ഭഗവാൻ ഗർഭഗൃഹത്തിൽ ഓൾട്ടറിൽ കയറി ഇരിക്കുന്നു. ഭക്തർ അദ്ദേഹത്തിന് ആരതി ഒഴിയുന്നു. ഭക്തൻ അടുത്ത നിമിഷം അദ്ദേഹം അദ്വൈതാചാര്യരുടെ പാദധൂളി തലയിലിടുന്നു. കാണിച്ചു കൊടുക്കുന്നു, ഞാൻ ഭഗവാനാണ്, ഞാൻ ഓൾട്ടർ ചെയ്ത് ഇരിക്കാൻ ബാധ്യസ്ഥനാണ്, എന്നെ നിങ്ങൾ ആരതി ഒഴിഞ്ഞ് എനിക്ക് സമ്മാനം തന്നോളൂ, എല്ലാം ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുന്നു. ഓൺ ദ സ്പോട്ടിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്വൈതാചാര്യരുടെ കാല് തൊട്ട് തൊഴുന്നു, ആചാര്യയുടെ പാദധൂളി എടുത്ത് തലയിലിടുന്നു.
ഓൺ ദ സ്പോട്ടിൽ ഭഗവാനാകുന്നു, ഓൺ ദ സ്പോട്ടിൽ ഭക്തനുമാകുന്നു. ഇതാണ് ചൈതന്യ മഹാപ്രഭു അവിടെ ചെയ്യുന്നത്. എന്നാൽ ജഗന്നാഥ് പുരിയിൽ 100% ഭക്തനായി കഴിയുന്നു. ജഗന്നാഥ് പുരിയിൽ 100% അദ്ദേഹം ഭക്തനായിട്ട് കഴിയുന്നു. കഹാമോര പ്രാണനാഥ മുരളി പ്രധാൻ എന്ന് അദ്ദേഹം വിളിച്ച് പോകുന്നു. എവിടെ എവിടെ എൻ്റെ കൃഷ്ണൻ ഓടക്കുഴൽ ഊതി നടക്കുന്നു മുരളീധരൻ എന്ന് അദ്ദേഹം വിളിച്ചലറുന്നു. എവിടെ 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 എന്ന് അദ്ദേഹം അലറുന്നു, കരയുന്നു. എവിടെ എൻ്റെ ശ്യാമസുന്ദരൻ എന്ന് അദ്ദേഹം കരയുന്നു, വിളിക്കുന്നു. എവിടെ എൻ്റെ ഉജ്ജ്വല നീലാമണി എന്ന് അദ്ദേഹം വിളിച്ച് കരയുന്നു. എവിടെ രാസലീലയിലെ എൻ്റെ ഹീറോ എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എവിടെ ശ്യാമസുന്ദര രാധികയുടെ കൺമഷിയാണ് എവിടെ? അപ്പൊ ശ്യാമസുന്ദരൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകള് കൺമഷി എഴുതുന്ന, കാജൽ എഴുതുന്ന ആ രാധികയുടെ കൺമഷിയാണ് ശ്യാമസുന്ദരൻ. ആ ശ്യാമസുന്ദരൻ എവിടെ എന്ന് ചോദിക്കുന്നു. കൺമഷി എവിടെ? ശ്യാമസുന്ദരൻ ശ്രീമതി രാധാറാണിയുടെ നെക്ലേസ് ധരിച്ചവൻ എവിടെ എന്ന് ചോദിക്കുന്നു. എവിടെ എൻ്റെ ശ്യാമസുന്ദരൻ മനോഹരമായ കാർവണ്ണ നിറത്തിൽ കഴിയുന്നവൻ, ഗോവർദ്ധനൻ കഴിയുന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലീലകൾ തൻ്റെ വേണ്ടപ്പെട്ട ഭക്തരുടെ അടുക്കൽ അദ്ദേഹം ചോദിക്കുകയാണ്. ആ ഭാവത്തിലാണ് അദ്ദേഹം ആനന്ദ നൃത്തത്തിലും കീർത്തനത്തിലും ഡാൻസിലും എല്ലാം. അതെ, നമ്മൾ കണ്ട ആദ്യം തന്നെ 6 മാസം പ്രായമുള്ളപ്പോൾ, അത് ഒന്ന് കൂട്ടിയതേ ഉള്ളൂ ഞാൻ, 6 മാസം പ്രായമുള്ളപ്പോൾ ഈ കുട്ടി നൃത്തം ചെയ്യുവാണ്. അന്യഗ്രഹങ്ങളിൽ ദേവന്മാരും ബ്രാഹ്മണരും ഇവരെല്ലാം വന്ന് പാരിതോഷങ്ങൾ കൊടുക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ 6 മാസം പ്രായമുള്ള കുട്ടി അവരുടെ കൂടെ നൃത്തം ചെയ്യുകയും കളിക്കുകയും അവരെ കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യുന്നു. ആ മഹാപ്രഭുവിന്റെ പാദകമലത്തെ പിന്തുടർന്ന് നമ്മളും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ നമ്മൾ ജപിക്കുന്നു. നമ്മളും മറ്റുള്ളവരെ കൊണ്ട് ജപിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന് വേണ്ടത്. ഇനിയും ഭഗവത്ഗീത കൃഷ്ണന്റെ വാക്കാണ്. ചൈതന്യ ചരിതാമൃതം ശ്രീമതി രാധാറാണിയുടെ ഹൃദയമാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രത്യേകിച്ച് ഒരു പറയേണ്ടത്, ഹരേ കൃഷ്ണ മഹാമന്ത്രം രാധാറാണിയുടെ ഹൃദയമാണ്. ആ ഗോലോകത്തിൽ എല്ലാവരും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന തിരുനാമമാണ് ജപിച്ച് നടക്കുന്നത്. ഇത് രാധാറാണിയുടെ ഹൃദയമാണ്. ഇത് ചൈതന്യ മഹാപ്രഭു മോഷ്ടിച്ചുകൊണ്ട് നമുക്ക് തന്നതാണ്. ഉദാഹരണം പറയാമെങ്കിൽ, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി സാധനം മോഷ്ടിച്ച് അടുത്ത സ്വർണ്ണക്കടയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണത്തിന് പകുതി വില പോലും കിട്ടത്തില്ല. കള്ളന് കിട്ടിയത് മതി. അതേമാതിരി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഈ സ്വർണത്തിന് യാതൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല. എന്നാൽ ഇത് രാധാറാണിയുടെ ഹൃദയമാണെന്നുള്ള ഭാവത്തോടു കൂടി ഹരിനാമം ജപിക്കുമ്പോൾ നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിലെ ആ ആസ്വാദനം, ആ രസിക തത്വം നമുക്ക് മനസ്സിലാകും. ശ്രീമതി രാധാറാണിയുടെ ഹൃദയമാണ് ഭാഗവതം. കൃഷ്ണന്റെ പ്രവൃത്തികൾ ചൈതന്യ ചരിതാമൃതം CCTV ആണ്. ചൈതന്യ ചരിതാമൃതം CCTV ആണ്. ഭഗവാന്റെ ഹാർട്ട് ബീറ്റാണ് ചൈതന്യ ചരിതാമൃതം. ഭഗവാന് വേണ്ടത് ഭക്തരെ, വേറെ ഒന്നും വേണ്ട. ഭഗവാന് വേണ്ടത് രാധാറാണിയെ. അതാണ് ചൈതന്യ ചരിതാമൃതം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം കിട്ടിയത്, എന്താണ് ഈ ഗ്രന്ഥം എന്നുള്ളത് മനസ്സിലാക്കി, എന്താണ് നമ്മുടെ തത്വം എന്നുള്ളത് മനസ്സിലാക്കി, എന്താണ് നമ്മുടെ ആചാര്യന്മാരിൽ കൂടി എങ്ങനെയാണ് കൃഷ്ണ കവിരാജ ഗോസ്വാമിക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയത്, ആരുടെയൊക്കെ നിർദ്ദേശം കൊണ്ടാണ്, ആരെല്ലാം അനുഗ്രഹിച്ചു. രാധാ മദനമോഹൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ, നീ എഴുതിയാൽ മതി, ബാക്കി ഞങ്ങളേറ്റു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ മഹത് ഗ്രന്ഥം രചിച്ചത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കി, അതിനെ അർഹിക്കുന്ന സ്ഥാനവും ബഹുമാനവും സ്നേഹവും പ്രേമവും എല്ലാം കൊടുത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ ഈ രസിക തത്വം അമൃത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി പ്രഭു. എന്റെ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആ ഒരു
ഏത് ഭാവത്തിൽ വേണം നമ്മൾ അതിനെ ഉൾക്കൊള്ളാനെന്നുള്ളത്, അത് പഠിക്കാനെന്നുള്ളത് വളരെ വിശദമായിട്ട് പ്രഭു പറഞ്ഞു തന്നു. ഒരു സാധാരണ വായിക്കുന്ന പോലെയല്ല. താങ്ക് യു പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. രണ്ടോ പ്രഭു ഹരേ കൃഷ്ണ. വളരെ ഗംഭീരം പ്രഭു. എന്താ പറയുക, രസമായിരുന്നു. ചൈതന്യ രസം അത് വാരിക്കോരി പ്രഭു തരികയാണ്. വാരിക്കോരി കേൾക്കുമ്പോ തന്നെ എന്താ രസം പ്രഭു. അത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നുണ്ടാ ഇത്ര രസം. താങ്ക് യു പ്രഭു. വളരെ വളരെ Thank you. That's so Thank you. sweet. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വാഞ്ചാകൽപദ്രവിശ്യ കൃപാസുന്ദേവജ പതിതാനാം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ നമഃ. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും താങ്ക് യു എൻ്റെ താങ്ക് യു പ്രഭു. ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ പ്രഭുജി. ചെറിയൊരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ പ്രഭു. നന്ദി പ്രഭു. കൃഷ്ണകൃപയാൽ ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മുടെ മഹാഭാരതം ക്ലാസ് ഒരു വൈഷ്ണവൻ മുന്നോട്ട് വന്നു. പ്രിയപ്പെട്ട അകിഞ്ചന മാധവദാസ് പ്രഭു ഇന്ന് മുതൽ മഹാഭാരതം ക്ലാസ് തുടക്കം മുതൽ എടുക്കാൻ സമ്മതിച്ചു. അപ്പൊ ഇന്ന് 6 മണി മുതലാണ് ക്ലാസ്, 6 മുതൽ 6:45 മണി വരെ. അപ്പോ മഹാഭാരതത്തിനെ കുറിച്ച് അങ്ങനെ ഡിസ്കോൺ ക്ലാസ് പൊതുവെ മലയാളത്തിൽ അവൈലബിൾ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് അകിഞ്ചന പ്രഭുവിന്റെ ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്, പക്ഷെ ഇന്ന് മുതൽ എല്ലാ ചെവ്വയും വെള്ളിയുമാണ് അദ്ദേഹം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ 6 മണി മുതൽ 6:45 വരെ ഇന്നും അടുത്ത എല്ലാ ചെവ്വയും വെള്ളിയും എല്ലാ ഭക്തജനങ്ങളും ദയവായി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു പ്രഭു. ധന്യവാദ് പ്രണാം. നന്ദി പ്രഭു. നിങ്ങൾ മാളജി അത് ക്ലോസ് ചെയ്തോളൂ. മാളജി എൻഡ് ചെയ്തോളൂ.